കുറച്ച് മിണ്ടിയാലോ? വരൂ. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നിരിക്കുന്ന ടൈമാണ്. നിങ്ങൾ ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, 10ാം ക്ലാസ് എഴുതിയല്ലോ, അപ്പൊ കൺഗ്രാറ്റ്സ്. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും റോഡില് ഫ്ലെക്സിന്റെ പൂരമായിരിക്കും, ഫ്ലെക്സിന്റെ പൂരം. എന്തും പറഞ്ഞ് തങ്കപ്പൻ ചേട്ടന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയതിന് നാട്ടുകാരുടെ അഭിനന്ദനങ്ങൾ. അമ്മുക്കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയതിന് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വക ഹൃദയത്തിൽ നിന്നും വിതറുന്ന അഭിനന്ദനങ്ങൾ. എന്റെ 10ാം ക്ലാസ്സിന്റെ ടൈമിലും ഞാനൊരു അടിപൊളി ആളായിരുന്നു, വിച്ച് മീൻസ് എനിക്കും 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. മോളുടെ ഉന്നത വിജയം നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് എന്റെ പപ്പ ജംഗ്ഷനിൽ ഈ ഫ്ലക്സ് കെട്ടിവെക്കാൻ പോയി. എന്റെ പാവം പപ്പ ജംഗ്ഷനിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഈ ഫ്ലക്സ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ നേരത്ത് ഒരു അങ്കിൾ അഥവാ മിയാമൻ നടന്നു വന്നിട്ട് എന്റെ ഈ ഫ്ലക്സ് നോക്കിയിട്ട് ആൾ പറയാണ്, അയ്യോ എന്ത് പറ്റിയതാ, ചെറിയ മോളാണല്ലോ, എന്നാലും ഇങ്ങനെ മരിച്ചേ. ഇത് കേട്ടിട്ട് എന്റെ പപ്പന്റെ ഹൃദയം തകർന്നു. എന്നിട്ട് എന്റെ പപ്പ പറഞ്ഞു, ചേട്ടാ സൂക്ഷിച്ചു വായിക്കി, എന്റെ മോളാ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ സന്തോഷത്തിൽ ഒരു ഫ്ലെക്സ് വെച്ചതാ. സംഭവം നമുക്ക് ആ ചേട്ടനെ മൊത്തത്തിൽ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആ ഫ്ലെക്സ് കാണുമ്പോൾ ഞാൻ പോലും ചോദിച്ചു പോകും, എന്നാൽ ആ കുട്ടി എങ്ങനെ മരിച്ചു പോയുള്ളൂ. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടി, ഫുൾ A+ നേടി എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് വെക്കുന്നത് നല്ല കാര്യം തന്നെ, ഐ ഫുൾ സപ്പോർട്ട്. പക്ഷേ മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ അതിൽ ചിരിക്കാൻ മറക്കരുത്, അല്ലാതെ ഇതേപോലെ ഇരിക്കരുത്. ബൈ.